അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മസ്ജിദ് നബവിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോൾ പിന്നെ ആരംഭിച്ചത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും തൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായ വീടുകളായിരുന്നു. വീടുകളെന്ന് പറഞ്ഞുകൂടാ, പള്ളിയോട് ചേർന്ന് തന്നെ പള്ളിയുടെ ഒരു ഭാഗത്തായി, അതായത് കിഴക്ക് ഭാഗത്തായി ഉണ്ടാക്കിയ ചെറിയ ചെറിയ മുറികൾ. വളരെ ലളിതമായിരുന്നു ഇതെല്ലാം. നമ്മൾ വളരെ കൗതുകത്തോടെ ആത്മീയമായ അഭിവാജ്ഞയോടുകൂടെ നോക്കിക്കാണേണ്ടുന്ന ഒരു അധ്യായം തന്നെയാണ് അത്. കാരണം പ്രവാചക സുൽത്താൻ തൻ്റെ കുടുംബം വാഴുന്നത് ഈ കൊച്ചു വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള വീടുകളിൽ വെച്ചായിരുന്നു. നമ്മുടെ മാതാക്കൾ, മഹാനായ നബിയുടെ പ്രിയതമകൾ, അവർ ജീവിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. വീടുകൾ വളരെ മനോഹരമാക്കുക എന്നത് ഇസ്ലാമിൻ്റെ താല്പര്യമല്ല. കാരണം ഭൗതിക ജീവിതത്തിലെ എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടവയാണ്. അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ട പരിമിതമായ സൗകര്യങ്ങൾ മാത്രം മതി എന്നാണ് ഇസ്ലാം അക്കാര്യത്തിൽ പറയുന്നത്. അതിൻ്റെ പ്രയോക്താവാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രയോക്താവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ നബിയുടെ വീടുകൾ വളരെ ചെറുതായിരുന്നു. മൊത്തത്തിൽ പള്ളിയുടെ കിഴക്കു ഭാഗത്തായി 9 വീടുകളാണ് ഉണ്ടാക്കിയത്. അതിലാദ്യം ഉണ്ടാക്കിയത് ഒരു വീട് മാത്രമാണ്. കാരണം നബിയോടൊപ്പം അപ്പോൾ ഉള്ളത്, മക്കായിൽ നിന്ന് ഹിജ്റ വന്നത് ഒരൊറ്റ ഭാര്യ മാത്രമായിരുന്നു, സൗദ ബിൻതു സമ്ആ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവി വന്നിട്ടുണ്ട്, പക്ഷേ ആയിഷ ബീവിയുമായുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടേ ഉള്ളൂ, അത് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വീട് മാത്രമാണ് ആദ്യം ഉണ്ടാക്കിയത്. ആ വീടുകൾ വളരെ ചെറുതായിരുന്നു. 5 മുഴം ആണ് അതിൻ്റെ വ്യാസം പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. 5 മുഴം എന്ന് പറഞ്ഞാൽ 2.5 മീറ്ററോളം മാത്രം വ്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു മറയുടെ അപ്പുറത്ത് ചെറിയ ഒരു സൗകര്യം, വെള്ളം, പാത്രങ്ങൾ തുടങ്ങിയവയൊക്കെ വെക്കാൻ, പാചകം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാചകം ചെയ്യാനും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ചെറിയ ഒരു കോറിഡോർ. മറയുടെ ഇപ്പുറത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പത്നിക്കും കിടക്കാനുള്ള ഒരു സൗകര്യം. ഇത്രയേ ഉള്ളൂ. ഉയരവും വളരെ കുറവായിരുന്നു എന്നാണ്. മഹാനായ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ആണ് ആ വീടുകളുടെ ഉയരം നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നത്. ഇന്നത്തേതുപോലെ അളവിനുള്ള സൗകര്യങ്ങളോ ആവശ്യമോ ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ആ വീടുകളുടെ മച്ചിൽ തൊടാൻ കഴിയുമായിരുന്നു എന്നാണ്. ചെറിയൊരു കുട്ടി, ഫാത്തിമ ബീവിയുടെ ചെറിയൊരു കുട്ടി, ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തിയാൽ തൊടാവുന്ന അത്ര ഉയരം മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മുഴം, അതായത് 2.5 മീറ്റർ ഒക്കെ തന്നെയായിരിക്കും ഉയരം. ഇത്തരം വീടുകളിലായിരുന്നു മഹാനായ പ്രവാചക സുൽത്താൻ ജീവിച്ചിരുന്നത് എന്നർത്ഥം. ഈ വീടുകൾ പിന്നീട് സംരക്ഷിക്കപ്പെട്ടില്ല. പിന്നെ ഓരോ ഭാര്യ വരുമ്പോഴും ഓരോ വീടുകൾ ഉണ്ടാക്കി അവസാനം 9 വീടുകൾ വരെ ആയിരുന്നു. ഇതിൽ ഒരു വീട് മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അത് ആയിഷ ബീവി ജീവിച്ചിരുന്ന വീടാണ്. അതിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും പിന്നീട് അവരവരുടെ മരണസമയത്ത് അതിൽ തന്നെ മറമാടി. അതുകൊണ്ട് ആ ഒരു വീട് മാത്രമാണ് നിൽക്കുന്നത്. ചിലപ്പോഴൊക്കെ പലരും പറയാറുണ്ട്, ആ വീടുകളൊക്കെ പൊളിച്ചു കളഞ്ഞത് കഷ്ടമായിപ്പോയി എന്ന്. സത്യത്തിൽ അവർ പ്രകടിപ്പിക്കുന്നതൊരു വലിയ ആത്മീയ വികാരമാണ്. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നിപ്പോകും. പക്ഷേ വൈകാരികമായി ചിന്തിക്കുമ്പോഴെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനെ പ്രായോഗികമായി കൂടി ചിന്തിക്കുക എന്നതാണ്. 1400 കൊല്ലം ഒക്കെ ഒന്ന് നിലനിൽക്കുക എന്ന് പറയുമ്പോൾ, ഒരു മാറ്റവുമില്ല നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അന്ന് ആ വീടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും ദുർബലമായ സാധന സാമഗ്രികളായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതൊന്നും
അത്രയും കാലം നിലനിർത്തുക എന്നത് വലിയ പ്രയാസമാണ്. ഒന്നത്. രണ്ടാമത്തേത്, പള്ളി വികസിപ്പിക്കേണ്ടത് അനിവാര്യമായി വന്നു. മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും അതിനെ നബി ഒരു ഹറമായി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ലോകത്തിൽ നിന്ന് എല്ലാ മുസ്ലിമീങ്ങളും അവിടെ വരേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ പള്ളി വികസിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വീടുകളൊന്നും സംരക്ഷിക്കപ്പെടാതെ പോയത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടുകൾ പൊളിച്ചു മാറ്റപ്പെട്ടത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ ഗവർണറായിരുന്നപ്പോഴാണ് എന്നാണ് ചരിത്രം. അബ്ദുൽ മലിക് ബിൻ മർവാൻ ആയിരുന്നു അന്നത്തെ ഖലീഫ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ വീടുകൾ പൊളിച്ചു മാറ്റിയത്. എന്നിട്ട് ആ ബാക്കി ഭാഗം, ആ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ആ ഭൂമിയെല്ലാം പള്ളിയിലേക്ക് ചേർക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായും മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ തന്നെയാണ്. ആ അർത്ഥത്തിൽ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, വീടില്ലെങ്കിലും വീടിൻ്റെ ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.